ഹലോ, അസ്സലാമലൈക്കും. ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ബറാത്ത് ആയതുകൊണ്ട് തന്നെ ഒരു ചക്കര ചോറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഞാനിതാ ഒരു പാനിൽ വെള്ളം അടുപ്പത്ത് വെച്ച് തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലോട്ടൊരു ലേശം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. 4 കപ്പ് വെള്ളമാണ് വെച്ചുകൊടുത്തിരുന്നത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പോൾ ഞാനിതാ അരി ഇട്ടെടുത്തു. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കുകയാണ്. പിന്നെ ഞാനൊരു പാത്രത്തിൽ ഇതാ ഒരു 4 ശർക്കരൻ്റെ അച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മധുരം നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക, എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യട്ടോ. അപ്പോൾ ഞാൻ 2 കപ്പ് അരിക്ക് 4 കഷ്ണം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഒരുക്കാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ അരി ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബസുമതി റൈസ് അല്ലാതെ നിങ്ങൾക്ക് ബിരിയാണി റൈസ് ഇട്ടൊക്കെ ഇത് ഉണ്ടാക്കട്ടോ. പച്ചരി അങ്ങനെ ഏതായിട്ടുണ്ടാക്കാം. ഞാൻ ഈ റൈസ് എടുത്തതാണ്. അപ്പോൾ അരി നല്ലോണം വെന്തതിന് ശേഷം മാത്രമേ ശർക്കര ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അരി വെന്ത് കിട്ടാൻ പണിയാണ് കേട്ടോ. അരി വേവൂലെന്ന് തന്നെ പറയാം. അങ്ങനെ ശർക്കരയും ചോറും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഒന്നും കൂടി അടച്ച് വെച്ചിട്ട് ശർക്കര വറ്റുന്നത് വരെ ഒന്നും കൂടി കൊണ്ട് വറ്റിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം വറ്റുന്ന സമയത്ത് നമുക്കിത് അതിലോട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിലോട്ട് 2 സ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് ഒന്നും കൂടി കൊണ്ട് മൂടി വെച്ചതിന് ശേഷം ഇറക്കി വെക്കാം കേട്ടോ. ഇനി ഞാനിതൊന്ന് കണ്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്തത് നെയ്യിലാണ് വറുത്തെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഉള്ളി നല്ലോണം മൂത്തതിന് ശേഷം ഞാനിതിലോട്ട് അണ്ടിപ്പരിപ്പാണ് ഇട്ടെടുക്കുന്നത്. ഇനി ഈ അണ്ടിപ്പരിപ്പ് നല്ലോണം മൂത്തതിന് ശേഷം ഇതിലോട്ട് ഉണക്കമുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടിത് നല്ലോണം ഒന്നും കൂടി വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ ഇത്രേ പണിയുള്ളൂ ചക്കര ചോറ് ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ കട്ടൻ ചായൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇന്ന് ബറാത്ത് ആയതുകൊണ്ട് തന്നെ എല്ലാവരും 3 യാസീനൊക്കെ ഓതിയതിന് ശേഷം ദുആ ചെയ്യുക. കൂടെ എനിക്കും എൻ്റെ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യാൻ മറക്കല്ലേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ്. അസ്സലാമു അലൈക്കും. താങ്ക് യു.